ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രോബ്ലം ആയിരിക്കും നിങ്ങളിടുന്ന വീഡിയോക്ക് വ്യൂസ് വരുന്നില്ല എന്നുള്ളത്. 100 വ്യൂസ് 50 വ്യൂസ് ഒക്കെ മാത്രമായിരിക്കും ലഭിക്കുന്നുണ്ടാവുക. അതിനപ്പുറത്തേക്കൊരു ഗ്രോത്ത് ലഭിക്കുന്നുണ്ടായിരിക്കില്ല. നമ്മളൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് വളരെയധികം പ്രതീക്ഷയോട് കൂടിയായിരിക്കും. നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ 1000 സബ്സ്ക്രൈബർ 4000 വാച്ച് ടൈം ഒക്കെ കംപ്ലീറ്റ് ആകുന്ന ചാനൽ മോണിറ്റൈസേഷൻ ആക്കിയെടുത്ത് വരുമാനം പിന്നീടുള്ള മാസങ്ങളിലൊക്കെ വരുമാനം ലഭിക്കുന്നു. ഈ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടായിരിക്കും ചാനൽ തുടങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്കൊക്കെ ചെയ്യാൻ തയ്യാറായിരിക്കും. നമ്മളിങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഇടുന്ന വീഡിയോക്ക് വ്യൂസ് കുറയുന്നതായിരിക്കും, നമ്മൾ വ്യൂസ് വരാത്തതായിരിക്കും നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം. മിക്ക ഒരു 99% ക്രിയേറ്റേഴ്സും നേരിടുന്ന ഒരു പ്രോബ്ലം നമ്മളിടുന്ന വീഡിയോക്ക് വ്യൂസ് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കും, മറ്റുള്ളവരോട് ചോദിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഇതുപോലെയുള്ള യൂട്യൂബ് ചാനൽ, എന്നെ പോലെയുള്ള യൂട്യൂബ് ചാനൽ എന്താണ് വ്യൂസ് കൂടാൻ വേണ്ടി പറയുന്നത് എന്ന് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും, വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്നൊരു, നിങ്ങൾ കേട്ടിട്ടുള്ളൊരു ടിപ്സ് ആയിരിക്കും വീഡിയോ റെഗുലറായിട്ട് ചെയ്യുക, ഡെയിലി ചെയ്യുക എന്നുള്ളത്. എങ്കിൽ നിങ്ങൾക്ക് വ്യൂസ് കൂടും എന്നുള്ളത്. പക്ഷെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ചാനലിൽ വ്യൂസ് കുറയാനും ഇത് തന്നെ കാരണമാകുന്നുണ്ട്. അതായത് നിങ്ങൾ ഡെയിലി വീഡിയോ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ചാനൽ ഗ്രോത്ത് ആകുന്നില്ല, നിങ്ങൾക്ക് വ്യൂസ് വരുന്നില്ല എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഞാൻ എന്താണ് പറയുന്നത്? നിങ്ങൾ തന്നെയല്ലേ സ്ഥിരമായിട്ട് പതിവായിട്ട് ഡെയിലി വീഡിയോ ചെയ്യണം എന്ന് പറയുന്നത് ചാനൽ ഗ്രോത്ത് ആവാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നിങ്ങൾ പറയുന്നു, അത് മാറ്റി പറയുന്നു. അതായത് നിങ്ങൾ ഡെയിലി വീഡിയോ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ചാനൽ ഗ്രോത്ത് ആകുന്നില്ല എന്ന്. നിങ്ങളിൽ മിക്ക പേരും ഈ ഒരു രീതിയിൽ തന്നെയായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക, എന്തുകൊണ്ട് ഇത് മാറ്റി പറയുന്നു എന്നുള്ളത്. ഇങ്ങനെ ഞാൻ എന്തുകൊണ്ട് പറയുന്നു എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നിങ്ങളൊരു ക്രിയേറ്ററാണ്, നിങ്ങളോട് ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യാൻ പറയുന്നു. അതല്ലെങ്കിൽ മറ്റൊരു ക്രിയേറ്റർ നിങ്ങളോട് ഡെയിലി വീഡിയോസ് ചെയ്യാൻ പറയുന്നു. അത് എന്തിനാണ്? നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബിൽ ബ്രേക്ക് എടുക്കരുത് എന്നുള്ള ഒരു പോയിന്റിലാണ് അത് പറയുന്നത്. അതായത് പലരും ഇന്നൊരു വീഡിയോ ഇട്ടു, ഒരാഴ്ച കഴിഞ്ഞു വേറൊരു വീഡിയോ ഇട്ടു, ഒരു മാസം കഴിഞ്ഞു വേറൊരു വീഡിയോ ഇട്ടു. അങ്ങനെയാണ് കുറേ ന്യൂ യൂട്യൂബേഴ്സ് അവരുടെ ഒരു ലീവിനനുസരിച്ച്, ഒഴിവിനനുസരിച്ച് വീഡിയോ ചെയ്യുന്നത്. അതല്ലെങ്കിൽ പിന്നീട് ഒരാഴ്ച കണ്ടിന്യൂസ് വീഡിയോ ഇടും, പിന്നെ ബ്രേക്ക് എടുക്കും. ഈ രീതിയിൽ ഒരു കൺസിസ്റ്റന്റ് കീപ്പ് ചെയ്യാതെ ഒരുപാട് ആളുകൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കുറെ ക്രിയേറ്റേഴ്സ് ഉണ്ട്, അത് മനസ്സിലാക്കുക. പക്ഷെ നിങ്ങൾ സ്ഥിരമായിട്ട് റെഗുലറായിട്ട് കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്തിട്ടും വ്യൂസ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം, നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യം ഇന്ന് എന്തൊരു വീഡിയോ ഇടണം, നാളെ വീഡിയോ ഇടണം, മറ്റന്നാൾ വീഡിയോ ഇടണം എന്നുള്ളത് മാത്രമായിരിക്കും. അതിന്റെ ക്വാളിറ്റിയിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് നിങ്ങളൊരു വീഡിയോ ഇട്ട് നാളെ നിങ്ങളുടെ എല്ലാ വർക്കും കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിലെ സാഹചര്യങ്ങൾ അതെല്ലാം ഒത്തിണങ്ങി നിങ്ങൾക്കൊരു സമയം കിട്ടുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇന്ന് എന്തിനെ കുറിച്ചാണ് വീഡിയോ ചെയ്യേണ്ടത്. എന്തെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടി നിങ്ങൾ അന്നും വീഡിയോ ചെയ്യും. മറ്റന്നാൾക്ക് വേണ്ടത് അതേപോലെ ഒഴിവ് സമയത്ത് യാതൊരുവിധ പ്രിപ്പറേഷനും റെഫറൻസും ഇല്ലാതെ നിങ്ങൾ വീഡിയോസ് ചെയ്യുകയാണ്. നിങ്ങളുടെ മുന്നിൽ ഡെയിലി വീഡിയോ ചെയ്യണം എന്നുള്ള ഒരൊറ്റ ടാർഗറ്റ് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് നിങ്ങളെ കാണുന്ന ഒരു ഓഡിയൻസ് ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് അവരിലേക്ക് ഡെയിലി വീഡിയോ കിട്ടുക എന്നതിനപ്പുറം നിങ്ങളുടെ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും അവർക്ക് കിട്ടണം. അത് നിങ്ങൾ ആ വീഡിയോക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ വീഡിയോ, അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ വീഡിയോ ക്വാളിറ്റി വേണം എന്നുള്ളത്. അതായത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, 2 ക്രിയേറ്ററുടെ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. ഒരു ക്രിയേറ്റർ 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്തു, 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തു. മറ്റൊരു ക്രിയേറ്റർ, രണ്ടാമത്തെ ക്രിയേറ്റർ, ഒരു മാസത്തിൽ ആ 30 ദിവസത്തിൽ ഒരു 8-9 കണ്ടന്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ആ ഗ്യാപ്പ് എടുത്തത് അദ്ദേഹത്തിന്റെ വീഡിയോന്റെ റെഫറൻസിന് വേണ്ടിയിട്ടാണ്, ക്വാളിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അദ്ദേഹം അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലായിരുന്നു. അതുകൊണ്ടാണ് ആ ഗ്യാപ്പ് വന്നത്. പക്ഷെ മറ്റേ വ്യക്തി വീഡിയോസ് റെഗുലറായിട്ട് ചെയ്യണം എന്ന് കേട്ടത് കൊണ്ട് അദ്ദേഹം പല കാര്യങ്ങളിലും കോംപ്രമൈസ് ചെയ്ത് വീഡിയോയുടെ കണ്ടന്റിൽ ശ്രദ്ധിച്ചില്ല, പകരം സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യാൻ ശ്രമിച്ചു. ഇവിടെ ആ ഒരു ചാനൽ ക്ലിക്ക് ആകുന്നത് രണ്ടാമത്തെ ആളുടേതായിരിക്കും. കാരണം ആ ഒരു രണ്ടാമത്തെ ചാനലിൽ 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് വന്നില്ലെങ്കിലും വന്ന കണ്ടന്റിന് ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അതിൽ ആ ഒരു ട്രാഫിക് അവർക്ക് നിലനിർത്താൻ കഴിയുന്നുണ്ടായിരിക്കും. വന്ന ഓഡിയൻസ് അതിൽ ആക്റ്റീവ് ആയിരിക്കും, എൻഗേജ്മെന്റ് ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ ഇപ്പുറത്ത്, നിങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ ന്യൂ യൂട്യൂബേഴ്സിൽ ഈ ഒരു സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യുന്നവരാണ് ഉദ്ദേശിക്കുന്നത്. അവർ വീഡിയോ ചെയ്യുമ്പോൾ അവരുടെ വീഡിയോക്ക് ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് കാണുന്ന ഒരു ഓഡിയൻസിന്
ഓഡിയൻസിനെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ ഒരിക്കലും നിങ്ങൾക്ക് കഴിയുന്നില്ല. ഇവിടെ നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾ റെഗുലർ ആയിട്ട് ഡെയിലി വീഡിയോ ചെയ്യണം എന്ന് അറിഞ്ഞത് കൊണ്ട് നിങ്ങൾ ഡെയിലി വീഡിയോ ചെയ്യുമ്പോൾ ഏതൊരാൾക്കും, ഇപ്പം ഞാൻ തന്നെ ഡെയിലി വീഡിയോ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് എത്ര ദിവസം നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ കഴിയും? ഞാനെന്നല്ല, ഏത് കണ്ടന്റ് ക്രിയേറ്റർ ആയാലും. അപ്പം നിങ്ങൾ ക്വാളിറ്റി ഉള്ള ഒരു യൂട്യൂബറുടെ ചാനൽ നോക്കുമ്പോൾ അവരെ നിങ്ങൾക്ക് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവരൊരു ഗ്യാപ്പ് എടുത്താലും അവരിടുന്ന കണ്ടന്റിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കും, നമുക്ക് ഇഷ്ടപ്പെടും. അതല്ല നമ്മൾ സ്ഥിരമായിട്ട് ഡെയിലി വീഡിയോ ചെയ്യണമെന്നുള്ള ആ ഒരു ആവേശത്തോടു കൂടി ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അവരുടെ ക്വാളിറ്റി കുറയുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ സ്വയം ഒന്ന് വിമർശനാത്മകമായി ചിന്തിച്ചാൽ മതി. ഇപ്പം ഞാൻ എൻ്റെ ചാനലിനെ കുറിച്ച് ചിന്തിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ ചാനലിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ചാനലിലൂടെ നിങ്ങളുടെ ഓഡിയൻസിന് നിങ്ങൾ എന്ത് കൊടുക്കാനാണോ ഉദ്ദേശിച്ചത് അത് അതിൻ്റെ മാക്സിമം ഔട്ട്പുട്ടിൽ ഇപ്പോൾ കൊടുക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാ ന്യൂ യൂട്യൂബേഴ്സിൻ്റെയും ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്നുള്ളത് അവർ ഡെയിലി വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ക്വാളിറ്റി അവിടെ കുറയുന്നുണ്ട്. കൺസിസ്റ്റന്റ് അവർ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ക്വാളിറ്റി കുറയുന്നുണ്ട്. അതാണ് ഒരു ക്രിയേറ്ററുടെ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്നുള്ളത്. കാരണം ഈ അടുത്ത ദിവസം ഞാനൊരു ചാനൽ നോക്കിയാൽ 900 വീഡിയോസ് അവർ ചെയ്തിട്ടുണ്ട്, എന്നിട്ടും അവരുടെ ചാനൽ ക്ലിക്കായിട്ടില്ല. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 900 കണ്ടന്റ് ഒക്കെ ചെയ്തിട്ട് അവരിങ്ങനെ എത്ര എഫേർട്ട് എടുത്തിട്ടുണ്ടായിരിക്കും. അതിന് അപ്പുറത്തേക്ക് അവരൊരു 200-300 കണ്ടന്റ് നല്ല രീതിയിൽ ചെയ്താലും മതിയായിരുന്നു. ഞാൻ അവരോട് അതാ പറഞ്ഞത്, നിങ്ങൾ ഇത്ര എഫേർട്ട് എടുത്തിട്ട് സമയം കളഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നതിന് പകരം നിങ്ങളൊരു ഗ്യാപ്പ് എടുത്തിട്ട് ഒരു ദിവസം 2-3 ദിവസം ഗ്യാപ്പ് എടുത്താലും കുഴപ്പമില്ല. നിങ്ങൾ ചെയ്യുന്ന കണ്ടന്റ് ക്വാളിറ്റി വേണം എന്നുള്ളതാണ്. നമ്മളിത് റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അത് നിങ്ങൾ യൂട്യൂബിൽ ബ്രേക്ക് എടുക്കരുത് എന്നുള്ള മീനിങ്ങിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് എടുക്കരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ്. അതല്ലാതെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്തിട്ട് നിങ്ങൾ റെഗുലറായിട്ട് വീഡിയോ ചെയ്യണം എന്നല്ല. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. ഈ ഒരു ക്രിയേറ്റർ ഞാൻ 900 കണ്ടന്റ് നിങ്ങളിങ്ങനെ ക്രിയേറ്റ് ചെയ്തതിനെ കുറിച്ച് ഞാനിങ്ങനെ വീഡിയോ കണ്ടിട്ട് അവരോട് സംസാരിച്ചപ്പോൾ അവരും പറഞ്ഞത് നിങ്ങളെപ്പോലെയുള്ളവരൊക്കെ ഡെയിലി വീഡിയോ ചെയ്യണമെന്ന് പറയാറില്ലേ എന്നുള്ളതാണ്. അപ്പം ഞാൻ അവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. അപ്പം നിങ്ങൾ 1-2-3 ദിവസം ഗ്യാപ്പ് എടുത്താലും നിങ്ങളുടെ വീഡിയോക്ക് ക്വാളിറ്റി, അത് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് കരുതുന്നു. അപ്പം അത് ഓരോ സബ്ജക്റ്റ് ചെയ്യുന്നവർക്കും വ്യത്യസ്ത രീതികളിലാണ്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ സംസാരിക്കാം. അപ്പം മുന്നോട്ട് ഇനി എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് മുന്നേ യൂട്യൂബ് ചാനൽ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു വീഡിയോ കാണുക. ന്യൂ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടുള്ള ടിപ്സുകളാണ് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ ചാനൽ ക്ലിക്ക് ആവാൻ വേണ്ടിയിട്ടുള്ള ടിപ്സുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ കൂടി നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക. മാത്രമല്ല ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പം മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.